നമസ്കാരം. ജയ് യു ഡി എഫ്. കേരള കോൺഗ്രസ് നേതാവ് ശ്രീ മോൻസ് ജോസഫ് അവരെ ക്ഷണിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാന്യനായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, UDF KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് MLA, മുൻ അധ്യക്ഷൻ ശ്രീ MM ഹസൻ, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ വിവിധ ഘടകകക്ഷി നേതാക്കന്മാരെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിലമ്പൂരിൽ UDF നേതൃത്വം പ്രഖ്യാപിച്ച് നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി UDFിൻ്റെ സംസ്ഥാനത്തെ നേതൃത്വവും നിലമ്പൂരിലെ പ്രവർത്തകരും നാടൊട്ടാകെയുള്ള UDFിൻ്റെ എല്ലാവരും ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിക്കുവാൻ, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിക്കുന്ന, മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന ഭരണകൂടങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ, കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതുമ്പോൾ നമ്മുടെ വിവിധ മേഖലകൾ പോലെ ഇവിടെ തകർന്നടിഞ്ഞ കാർഷിക മേഖല, നിലമ്പൂർ കർഷകരുടെ മണ്ണാണ്. മതേതരത്വത്തിൻ്റെ പുണ്യഭൂമി എന്നതുപോലെ തന്നെ കുടിയേറ്റ കർഷകരുടെയും കാർഷിക മേഖലയുടെയും പുണ്യഭൂമിയാണ്. ഇവിടെ എല്ലുമുറിയെ പണിയെടുത്ത അധ്വാനിച്ച ഒരു ജനതയുണ്ട്. ഇന്നവർ നിരാശയിലും ദുഃഖത്തിലും ആത്മഹത്യയുടെ വക്കിലുമാണ്. കർഷക ജനതയെ തള്ളിപ്പറഞ്ഞ, കർഷക ജനതയെ ഉപേക്ഷിച്ച ഇടതുപക്ഷ ദുർഭരണം, മലയോര മക്കളുടെ സങ്കടങ്ങൾക്ക്, വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും മറുപടി പറയുവാനും ഇടതുപക്ഷ സർക്കാരിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോഴും മലയോര ജനതയുടെയും കർഷക ജനതയുടെയും ദുഃഖങ്ങൾ അകറ്റുവാൻ കഴിയാത്ത വേദനകൾ ഞാൻ ഓർക്കുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ മലയോര സംരക്ഷണ യാത്ര നിലമ്പൂരിൻ്റെ മണ്ണിലെത്തിയപ്പോൾ ഇവിടെ വേദനയോടെ കടന്നു വന്ന ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ ദുഃഖങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ അവഗണനയും അനാസ്ഥയും കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോരുത്തരായി ഒരു കൂട്ടമായി കടന്നു വന്നപ്പോൾ അവരുടെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അന്ന് നിലമ്പൂരിൽ നടന്ന മലയോര ജനതയുടെ സംഗമത്തിൽ പ്രഖ്യാപിച്ചു, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നാളുകളിൽ അധികാരത്തിൽ വരുമ്പോൾ മലയോര മക്കൾക്ക് സംരക്ഷണമുണ്ടാകും, നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. പാവങ്ങളോട് നീതി കാണിക്കുന്ന, കർഷക ജനതയോട് നീതി കാണിക്കുന്ന ഭരണകൂടം കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ കൈയും മെയ്യും മറന്ന് UDFിനോട് സഹകരിക്കണം എന്ന് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങൾക്ക് അതിനുള്ള ഏറ്റവും വലിയ അവസരം കടന്നു വരികയാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ കർഷക മക്കൾ, നിലമ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ, നിലമ്പൂരിലെ മലയോര മക്കൾ, വേദനിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമായ മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ദുർഭരണത്തിനും ഇവിടെ ദുരന്തങ്ങൾ വിധിച്ച സർക്കാരിനുമെതിരായി വിധിയെഴുത്ത് നടത്തുവാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് ഞങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ബഹുമാനനായ ശ്രീ UDFിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒരു ജനത രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നമുക്ക് വിജയം ഇവിടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് UDF നേതാക്കന്മാർ പ്രഖ്യാപിച്ചത് പ്രാവർത്തികമാക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ UDF നേതാക്കളോടൊപ്പം കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിവന്ദനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ ആര്യാടൻ ഷൗക്കത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. കേരളത്തിൻ്റെ ചുമതലയുള്ള ACCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. नमस्कार।
our beloved leader, General Secretary Organization,